വിശദമായ വാർത്തയിലേക്ക്. നോട്ട് പ്രതിസന്ധിയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും സ്തംഭിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും നിരവധി തവണ നിർത്തിവെച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. പാർലമെന്റിന് പുറത്തെ പ്രതിഷേധത്തിന് പിന്നാലെ സഭയ്ക്കുള്ളിലും കനത്ത ബഹളത്തിനാണ് ഇന്ന് രാജ്യസഭയും ലോക്സഭയും സാക്ഷ്യം വഹിച്ചത്. നോട്ട് മാറ്റത്തിൽ വോട്ടെടുപ്പോടെയുള്ള ചർച്ച വേണമെന്ന ആവശ്യം ലോക്സഭയിൽ സ്പീക്കർ സുമിത്രാ മഹാജൻ തള്ളി. പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങിയതോടെ അല്പസമയം സഭ തടസ്സപ്പെട്ടു. ലോക്സഭാ സ്പീക്കർ സുമിത്രാ മഹാജൻ പ്രതിപക്ഷ കക്ഷി നേതാക്കളുമായി ചേംബറിൽ ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പ്രധാനമന്ത്രി വിശദീകരണം നൽകണമെന്ന ആവശ്യത്തിൽ പാർട്ടികൾ ഉറച്ചുനിന്നു. പതിവിൽ നിന്നും വിരുദ്ധമായി മോഡി ലോക്സഭയിലെത്തി. പക്ഷെ എന്തെങ്കിലും സംസാരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് മുമ്പേ പിരിഞ്ഞു. രാജ്യസഭയിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ശക്തമായ വാക്കേറ്റമുണ്ടായി. ഭരണപക്ഷാംഗങ്ങൾ സീറ്റ് വിട്ടെഴുന്നേറ്റത് രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യന്റെ വിമർശനത്തിനിടയാക്കി. ഇരുപക്ഷത്തു നിന്നും ബഹളം തുടർന്നാൽ പാർലമെന്ററി കാര്യ സഹമന്ത്രി മുക്താസ് നബിക്കെതിരെ അടക്കം നടപടിയെടുക്കേണ്ടി വരുമെന്നും കുര്യൻ മുന്നറിയിപ്പ് നൽകി. തിങ്കളാഴ്ച രാജ്യവ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. കേരള നിയമസഭ ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വന്ന സാഹചര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് സഹകരണ മേഖലയെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതാണ്. അവസാനം ഒരു പ്രമേയം നിയമസഭ അംഗീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം ഒരു സർവകക്ഷി സംഘം കേന്ദ്രത്തിൽ പോയി പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും മറ്റും കാണുന്നതിനും തീരുമാനിച്ചു. പൊതുവിലുള്ള നിലപാടിനോട് കേരളത്തിലെ BJPക്ക് വിയോജിപ്പുണ്ടായെങ്കിലും BJPയെ പ്രതിനിധീകരിച്ചുള്ള ശ്രീ രാജഗോപാൽ നിയമസഭയിൽ പറഞ്ഞിരുന്നത് കേന്ദ്രത്തിൽ പോയി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നായിരുന്നു. അപ്പോൾ കേന്ദ്രത്തിൽ പോകുന്നതിലും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിലും BJP കൂടി പിന്താങ്ങിയിരുന്നു എന്നർത്ഥം. എന്നാൽ മറ്റു കാര്യങ്ങളിൽ അവർക്ക് വിയോജിപ്പുണ്ടാകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കാണാനുള്ള അനുമതി ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്നതിൻ്റെ സമയം നിശ്ചയിക്കാനുള്ള ശ്രമം നല്ല തോതിൽ നടന്നു. അപ്പോൾ അവസാനം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടി ധനകാര്യമന്ത്രിയെ കണ്ടോളൂ എന്നാണ്. ഇപ്പോൾ കേരള നിയമസഭയുടെ വികാരം ഉൾക്കൊള്ളാൻ പ്രധാനമന്ത്രി തയ്യാറില്ല എന്നർത്ഥം. ധനകാര്യമന്ത്രിയെ നേരത്തെ ഞങ്ങൾ കണ്ടതാണ്. സംസ്ഥാന ധനകാര്യമന്ത്രിയും ഞാനും കൂടിയായിരുന്നു അദ്ദേഹത്തെ കണ്ടത്. അതിനുശേഷം കേരളത്തിൽ നിന്നുള്ള MP-മാർ ഒന്നിച്ച് ധനകാര്യമന്ത്രിയെ കണ്ടിരുന്നു. അപ്പോൾ നിയമസഭ ഒരു നിലപാടെടുക്കുക, സംസ്ഥാനത്തിലെ ഒരു സർവകക്ഷി സംഘം കേന്ദ്രത്തിൽ പോയി പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുക, അതിന് സമയം നൽകാതിരിക്കുക, ഇത്
സംസ്ഥാനത്തോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അനാദരവാണ്. സാധാരണഗതിയിൽ സംസ്ഥാനത്തെ അംഗീകരിക്കുന്ന മര്യാദ കേന്ദ്ര ഭരണാധികാരികളെല്ലാം പാലിച്ചു പോകുന്നതാണ്. പക്ഷേ തനിക്കതൊന്നും ബാധകമല്ല എന്ന നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത് എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ മറുപടി വ്യക്തമാക്കുന്നത്. ഇത് സ്വാഭാവികമായും കടുത്ത പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കേരള സംസ്ഥാനത്തിൻ്റെ കടുത്ത പ്രതിഷേധം ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. നിയമസഭയെ അംഗീകരിക്കുക, സംസ്ഥാനത്തെ അംഗീകരിക്കുക എന്നതൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ഹിറ്റ്ലറിൽ നിന്നും മുസോളിനിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് നാസിസത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും നയങ്ങൾ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വലിയ തോതിലുള്ള ജനാധിപത്യ മര്യാദ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് ഈ നടപടിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ അംഗീകരിച്ച പ്രമേയം ഡൽഹിയിലുള്ള കേരളത്തിൻ്റെ പ്രതിനിധി പ്രസിഡന്റ് കമ്മീഷണർ മുഖേന പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ആ പ്രമേയം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കുന്നു. ധനകാര്യമന്ത്രിയെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ ഡൽഹിയിൽ പോകേണ്ടതില്ല എന്നും ഞങ്ങളൊരു നിലപാടെടുക്കുന്നു. ധനകാര്യമന്ത്രിയെ കാണില്ല എന്ന വാശിയൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വീണ്ടും കാണേണ്ടതില്ല എന്നതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. ഇതാണ് അറിയിക്കാനുള്ളത്. തീർച്ചയായും അവർ പോയിട്ട് ഈ കാര്യമാണല്ലോ സ്വാഭാവികമായിട്ടും പറയുക. നിങ്ങൾ ഇവിടുന്ന് വന്നവരെ കാണാൻ പാടില്ല എന്ന നിലപാട് പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള നിലപാടായിരിക്കാനാണ് ഇത് സാധ്യത. സഹകരണ മേഖലയെ തകർക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. ഇത് സഹകരണ മേഖല എന്നത് കേരളത്തിലെ ജനങ്ങളുടേതായൊരു മേഖലയാണ്. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഉയർന്നു വന്നൊരു മേഖലയാണ്. അപ്പോൾ സഹകരണ മേഖലയ്ക്ക് ഇപ്പോൾ വന്നിട്ടുള്ള വിഷമം പണമെടുത്ത് കൈമാറാനുള്ള വിഷമമാണ്. ഇക്കാര്യത്തിൽ കുറച്ചുകൂടി നടപടികളിലേക്ക് സംസ്ഥാനം നീങ്ങേണ്ടതായിട്ട് വരും, സഹകരണ മേഖലയും നീങ്ങേണ്ടതായിട്ട് വരും. ഒരു സഹകരണ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചയാൾ ആ പണം പിൻവലിക്കുന്നത് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ പ്രത്യേക ആവശ്യങ്ങളെന്ന് പറയുന്നത് പണം കൊടുത്ത് നിറവേറ്റേണ്ട ആവശ്യങ്ങളാണ്. ഇപ്പോൾ സാധനം വാങ്ങുക, തുണി വാങ്ങുക, മറ്റ് എന്തെങ്കിലും വാങ്ങേണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പണം കൊടുക്കാനാണ്. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന സ്ഥലങ്ങളിൽ സാധാരണഗതിയിൽ ഇപ്പോൾ നേരത്തെ സഹകരണ സംഘങ്ങൾക്ക് ചെക്ക് നൽകാനുള്ള അവകാശമുണ്ട്, ഡെപ്പോസിറ്റർക്ക് ചെക്ക് നൽകാനുള്ള അവകാശമുണ്ട്. ആ ചെക്ക് നൽകുന്ന നടപടി സ്വീകരിക്കാം. ആ ചെക്കിൽ പണമുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള നടപടി അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്വീകരിക്കാനാവും. കുറച്ചുകൂടി നടപടികളിലേക്ക് നാം കടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ ഈ പ്രശ്നം പരിഹരിച്ചു പോകുന്നതിന്
അത്തരത്തിലുള്ള ചില നടപടികൾ ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ ഒരു കട, ഒരു സഹകരണ ബാങ്കിൻ്റെ അതിർത്തിക്കകത്തുള്ള ഒരു കടയിൽ സാധനം വാങ്ങി അവിടെ പണത്തിന് പകരം ചെക്ക് കൊടുക്കും. ആ ചെക്ക് ഈ ബാങ്കിൽ കൊടുത്തിട്ട് മാറണമല്ലോ. ഈ കടക്കാരന് ചിലപ്പോൾ അവിടെ അക്കൗണ്ട് ഉണ്ടാവില്ല. ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ മതി. ആ ഒരു പ്രശ്നം വന്നാൽ അതങ്ങ് പരിഹരിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ചില നടപടികൾ സ്വീകരിക്കുക. അങ്ങനെ ഇതുമാത്രമല്ല, വേറെ ചില നടപടികളും സ്വീകരിക്കാൻ പറ്റും. സഹകരണ മേഖലയെ തകർക്കാൻ ഏതായാലും അനുവദിക്കാൻ പറ്റില്ല. മറ്റെന്തെങ്കിലും നടപടികൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നിയമപരമായ എന്തെങ്കിലും ഓപ്ഷൻ? നിയമപരമായി ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വേറെ നടപടികളൊന്നും ആലോചിക്കുന്നില്ല. അത് ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടി തിരുത്തുകയാണ് വേണ്ടത്. ഇത് രാജ്യവ്യാപകമായിട്ട് തന്നെ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയുടെ പ്രശ്നം നമ്മൾ ഉയർത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴത് ദേശീയ തലത്തിൽ തന്നെ പല സംസ്ഥാനങ്ങളും ഗൗരവമായി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്ത് ഈ 500,000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം ഉയർന്നു വരുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു നിലപാടെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എടുക്കാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരത്തെ ആവശ്യപ്പെട്ടത് ഏതായാലും പഴയ പണം, ഈ അസാധുവായി എന്ന് പറയുന്ന പണം ഡിസംബർ 30 വരെ ഒരു അവധി വെച്ചിട്ടുണ്ടല്ലോ. അത് ഡിസംബർ 30 വരെ ഉപയോഗിക്കാൻ അനുമതി കൊടുക്കണം. അങ്ങനെ വന്നാൽ ഈ ആവശ്യങ്ങൾക്ക് വലിയ പ്രശ്നം വരില്ല, കാര്യങ്ങൾ നിറവേറ്റി പോകാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു പോകണം. സംസ്ഥാന ഡെലിഗേഷനെ സന്ദർശന അനുമതി നിഷേധിച്ചു. പ്രതിഷേധം കേന്ദ്രത്തെ അറിയിക്കാൻ ഇതാണല്ലോ അറിയിക്കൽ. പ്രതിഷേധത്തെ ആ കത്ത് വേറെ പോവും, അത് വേറെ കത്ത് പോവും. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള കത്ത് അദ്ദേഹത്തിന് അയക്കും. ഇത് ശരിയായില്ല എന്നതും പറയും. പക്ഷെ അതിനു മുമ്പ് തന്നെ നിങ്ങളിലൂടെ അദ്ദേഹം മനസ്സിലാക്കുമല്ലോ ഈ പ്രതിഷേധം. ശരി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. അപലപിക്കുകയാണ്. ഇത് കേരളത്തോടുള്ള അവഹേളനമാണ്. ഇന്നലെ കേരള നിയമസഭ ഏകകണ്ഠമായ പ്രമേയം പാസാക്കി. കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങളുടെ വികാരമാണ് പ്രധാനമന്ത്രിയെ അറിയിക്കാൻ ആഗ്രഹിച്ചത്. സാധാരണഗതിയിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കന്മാരും പ്രധാനമന്ത്രിയെ കാണണമെന്ന് പറയുമ്പോൾ അത് അനുവദിക്കുകയാണ് ചെയ്യാറുള്ളത്. എല്ലാ പ്രധാനമന്ത്രിമാരും ആ കീഴ്വഴക്കങ്ങൾ പാലിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത് കഴിയാത്തത്? ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി താനാണെന്ന് തെളിയിക്കാനുള്ള ഒരു പുറപ്പാടിലാണോ നരേന്ദ്രമോദി? കേരളത്തിലെ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച്, എല്ലാ പ്രതിപക്ഷവും ഭരണകക്ഷിയും എല്ലാം ഒരുമിച്ച് പോകാൻ തീരുമാനിച്ച് സമയം ചോദിക്കുമ്പോൾ ധനകാര്യമന്ത്രിയെ കാണാൻ പറയുന്ന നടപടി ഒട്ടും ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ച നടപടിയല്ല. പ്രധാനമന്ത്രിയുടെ ഈ നടപടി അങ്ങേയറ്റം തെറ്റായ ഒരു നടപടിയാണ്. ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണാധികാരി സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു നടപടിയാണ്. ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിഷേധമാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ഉയരേണ്ടത്. മറ്റൊന്നുമല്ല, കേരളത്തിലെ നിയമസഭ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്ന വേദിയാണ്. ആ വേദിയിൽ വെച്ച് പ്രകടിപ്പിച്ച വികാരം അറിയിക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ധനകാര്യമന്ത്രിയെ കാണാൻ പറയുന്നു. അപ്പം ധനകാര്യമന്ത്രിയെ കേരളത്തിൻ്റെ പ്രതിനിധി സംഘങ്ങൾ നിരവധി കണ്ടു. പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. മുഖ്യമന്ത്രി കണ്ടു, ധനകാര്യമന്ത്രി കണ്ടു, AK ആൻ്റണിയുടെ നേതൃത്വത്തിൽ MP മാർ കണ്ടു. എന്നിട്ടും ഒരു പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അഖിലകക്ഷി നിവേദക സംഘം പോയി കാണണമെന്നുള്ള തീരുമാനമെടുത്തത്. അതിനോടുള്ള പ്രധാനമന്ത്രിയുടെ സമീപനം ഒരിക്കലും യോജിച്ചതല്ല. ഈ സംസ്ഥാനത്തോടുള്ള കടുത്ത അവഹേളനമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഒരിക്കലും ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ച നടപടിയല്ല ഇത്. ഇതിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ഇന്നലെ പാസാക്കിയ പ്രമേയം കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി അവിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കണമെന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്യുമെന്ന് കരുതുന്നു.
കാരണം നമ്മളുടെ വികാരം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ സഹകരണ മേഖല ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നം കാരണം ഗ്രാമീണ ജനജീവിതം ഏതാണ്ട് സ്തംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുകയാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത നിലയിലുള്ള പ്രതിസന്ധിയാണ് കേരളത്തിൽ നേരിടുന്നത്. കാരണം ഇവിടെയാണ് ഇത്രയും കൂടുതൽ താഴെത്തലമുറ സഹകരണ പ്രസ്ഥാനങ്ങൾ നിലവിലുള്ളത്. സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ശക്തമായ വികാരം ഞാനിവിടെ പ്രകടിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കന്മാരും ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചത് ഈ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാനായിരുന്നു. ദൗർഭാഗ്യവശാൽ പ്രധാനമന്ത്രിയുടെ ഈ നിഷേധാത്മകമായ നയം അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. സഹകരണ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ കാണാൻ സർവകക്ഷി സംഘത്തിന് അനുമതി നൽകിയില്ല. രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിക്കുകയായിരുന്നു. ഷീജ ചേരുന്നു. ഷീജ, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ഷീജ, കേൾക്കാമെങ്കിൽ മുഖ്യമന്ത്രി എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ? സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രിയെ കാണാൻ സാധിക്കില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. ഏതു രീതിയിലാണ് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്? വാർത്തയുടെ വിശദാംശങ്ങൾ. ഷീജ, കേൾക്കാമെങ്കിൽ സഹകരണ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ കാണാൻ കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തിന് സാധിച്ചില്ല. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചത്? തീർച്ചയായും ധന്യ, വലിയ പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം നിയമസഭ ഈ വിഷയത്തിൽ ഒരു പ്രമേയം പാസാക്കിയിരുന്നു. ഇതിൽ സർവകക്ഷി സംഘം നാളെ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെയും അതോടൊപ്പം തന്നെ കേന്ദ്ര ധനമന്ത്രിയെയും ഈ വിഷയത്തിൽ പ്രതിഷേധവും അനുകൂലമായ തീരുമാനം സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി കൈക്കൊള്ളണം എന്നാവശ്യപ്പെടാനിരുന്ന സാഹചര്യത്തിലാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാണാനായി അനുമതി നൽകാതിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയെ കണ്ടോളൂ, ആവശ്യമെങ്കിൽ കേന്ദ്രമന്ത്രിയെ കണ്ടോളൂ, കേന്ദ്ര ധനമന്ത്രിയെ കണ്ടോളൂ എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്. ഇത് സംസ്ഥാനത്തോടും സംസ്ഥാനത്തിന്റെ നിയമസഭയോടുമുള്ള കടുത്ത അനാദരവ് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ കേന്ദ്രത്തിൽ പോയി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അതിന്റെ ഒരു ബാക്കിപത്രം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്ത് നിന്നുള്ള സർവകക്ഷി സംഘത്തിനും ഈ അനുമതി നിഷേധിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഉള്ള പ്രതിഷേധം കത്ത് മുഖേന തന്നെ സംസ്ഥാനം കേന്ദ്രത്തെ അറിയിക്കുന്നതായിരിക്കും. പ്രധാനമന്ത്രിയുടെയും ധനമന്ത്രിയുടെ ഓഫീസിൽ ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധം അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ധന്യ. ഷീജ, ധനമന്ത്രിയെ കാണാൻ നിർദ്ദേശം ലഭിച്ച സാഹചര്യത്തിൽ കേരളം ധനമന്ത്രിയെ കാണാൻ സാധ്യതയുണ്ടോ? ഇക്കാര്യത്തിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാട്? എന്താണ് ധന്യ, ഈ വിഷയത്തിൽ ഏതായാലും കേന്ദ്ര ധനമന്ത്രിയെ കാണില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ധനമന്ത്രിയും നേരത്തെ തന്നെ കേന്ദ്രത്തിൽ പോയി ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കണം എന്ന ആവശ്യം അവിടെ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രിയായ അരുൺ ജെയ്റ്റ്ലിയെ കാണേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഏതായാലും ഇല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു സർവകക്ഷി സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. അതിനിപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ കാണാൻ അനുമതി നിഷേധിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഏതായാലും ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രിയെ കാണേണ്ട എന്നൊരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഷീജ, തുടരുക. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് രാജേന്ദ്രൻ കൂടി ചേരുകയാണ്. രാജേന്ദ്രൻ, ഒരുപക്ഷെ നേരത്തെ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സർവകക്ഷി സംഘവുമായി കൂടിക്കാഴ്ച സാധിക്കില്ല എന്ന് അറിയിക്കുന്നത്. വിവരങ്ങൾ. ഇത് കേരളത്തിൽ നിന്നുള്ള ഒരു സംഘത്തെ എന്നല്ല, ഇന്ത്യയിൽ നിന്നുമുള്ള ഒരു സർവകക്ഷി സംഘത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കാണാൻ തയ്യാറാവാത്തത് ചരിത്രത്തിൽ ആദ്യമാണ് എന്ന് തന്നെ പറയാം. കാരണം കേരളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാം, ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനമായി അടുത്തിടെ വലിയ അംഗീകാരങ്ങൾ നേടിയൊരു സംസ്ഥാനം. ഇവിടെ കാര്യമായ ഈ പ്രശ്നങ്ങളില്ല, ഈ കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങൾ ഏറ്റവും നല്ല സംസ്ഥാനമായാണ് കേരളം അറിയപ്പെടുന്നത്. നന്നായി ഭരണം നടക്കുന്നൊരു സംസ്ഥാനം. ഇവിടുത്തെ നിയമസഭ ഒരു പ്രമേയം ഏകകണ്ഠമായി അംഗീകരിക്കുന്നു. ആ പ്രമേയം എന്ന് പറയുന്നത് രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്.
അത്തരത്തിലുള്ള പ്രമേയം മുൻനിർത്തിക്കൊണ്ട് ഒരു സർവകക്ഷി സംഘം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ സമയം ചോദിച്ചപ്പോൾ അദ്ദേഹം കാണാൻ തയ്യാറല്ല എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും കേട്ടുകേൾവില്ലാത്ത ഒന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പല സന്ദർഭങ്ങളിലും തന്നെ ഒരു വിഘടിത സ്വഭാവമുള്ള രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന്, രാജ്യത്തിൻ്റെ ഒരു പരമാധികാരത്തിനെല്ലാം തന്നെ നിരക്കാത്ത സമീപനം കൈക്കൊള്ളുന്ന പല സർക്കാരുകളെയും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജമ്മു കാശ്മീർ ആയാലും അതുപോലെ മണിപ്പൂർ ആയാലും നാഗാലാൻഡ് ആയാലും ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സർവകക്ഷി സംഘങ്ങളെ പോലും അവിടുത്തെ മന്ത്രിമാരെ പോലും കാണാൻ പ്രധാനമന്ത്രിമാരും എല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയും മര്യാദയും എല്ലാം തന്നെ. ഒരു സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ സ്വാഭാവികമായും തയ്യാറാവണം. അത് സർവകക്ഷി സംഘമാകുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. കാരണം ഒരു പ്രത്യേക വിഷയത്തിന്മേൽ ഒരു സംസ്ഥാനത്തിനകത്ത് രാഷ്ട്രീയപരമായി പോലും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും തന്നെ ഒരുമിച്ച് നിൽക്കുന്നു. ഇതാണ് നൽകുന്ന ഒരു സന്ദേശം. ആ ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണ് സർവകക്ഷി സംഘമായിട്ട് തന്നെ ദില്ലിയിലേക്ക് പോകുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയാവട്ടെ താൻ ഇത്തരത്തിലൊരു സർവകക്ഷി സംഘത്തെ കാണാൻ തയ്യാറില്ല എന്ന ഒരു സന്ദേശം നൽകുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ധനമന്ത്രിയെ കാണാമെന്ന് നിർദ്ദേശിക്കുന്നു. ധനമന്ത്രി ഇതിനകം തന്നെ കണ്ടതാണ്. നമ്മുടെ മുഖ്യമന്ത്രിയും സംസ്ഥാന ധനമന്ത്രിയും ചേർന്ന് കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചതാണ്. കേരളത്തിൽ നിന്നുമുള്ള ലോക്സഭാംഗങ്ങൾ, രാജ്യസഭാംഗങ്ങൾ അവരെല്ലാം തന്നെ ധനമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ കാര്യം ധരിപ്പിച്ചതാണ്. ധനമന്ത്രി തലത്തിലുള്ള ചർച്ചകൾ പലതവണ കഴിഞ്ഞതാണ്. എന്നാൽ ഒരു നിയമസഭ ഏകകണ്ഠമായ ഒരു പ്രമേയം പാസാക്കി അതും മുൻനിർത്തിക്കൊണ്ട് ഒരു സർവകക്ഷി സംഘം പോകുമ്പോൾ അത് സംസ്ഥാനത്തിലെ ജനങ്ങളുടെ പൊതുവായൊരു വികാരമാണ്, പൊതുവായൊരു താല്പര്യമാണ്. അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇപ്പം നിയമസഭ പാസാക്കിയ പ്രമേയത്തോട് ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, രാജ്യം ഭരിക്കുന്ന BJPക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. എങ്കിൽ പോലും ആ സംഘത്തെ കാണുക എന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാനപരമായ ഒരു മര്യാദയാണ്. എന്നാൽ ഈ മര്യാദയാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. രാജേന്ദ്രൻ തുടരുക. ഇപ്പോൾ ജോസഫ് വാഴക്കൻ ടെലിഫോണിൽ ചേർന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, സഹകരണ വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ, അതായത് പ്രതിനിധികൾ, സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കാണണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ കാണാൻ സാധിക്കില്ല, വേണമെങ്കിൽ ധനമന്ത്രിയെ കാണാം എന്ന രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് വാർത്തയോട് പ്രതികരിക്കുന്നത്? ഞാനിതിലൊരു അത്ഭുതം കാണുന്നില്ല. ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 2 ആഴ്ചയായി പാർലമെന്റ് നടക്കുകയാണ്. പ്രധാനമന്ത്രി പാർലമെന്റിൽ എത്തി എന്നുള്ളതാണ്. ഏറ്റവും വലിയ വാർത്ത. ഒരു പാർലമെന്റ് നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ വരുന്നത് തന്നെ രാജ്യത്ത് വാർത്തയാണ്. അദ്ദേഹം ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നുള്ള MP-മാർ, ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളിലെ MP-മാര് സംഘമായി കാണണമെന്ന് പറയുന്ന ഒരാളെയും കാണാൻ തയ്യാറാകുന്നില്ല. കാരണം അദ്ദേഹത്തിന് മറുപടിയില്ല. ഈ രാജ്യത്തെ മുച്ചൂട് മുടിക്കുന്ന ഒരു നയം അദ്ദേഹം ഒരു നയം പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന്റെ നിയന്ത്രണം വിട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഓർക്കാത്ത ധ്രുവങ്ങളിലേക്ക് കാര്യങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് മറുപടി പറയാനില്ലാത്തത് കൊണ്ടാണ് പാർലമെന്റിനെ പോലും അഭിമുഖീകരിക്കാൻ അദ്ദേഹം ധൈര്യപ്പെടാത്തത്. അതാണ് ഇന്നത്തെ യഥാർത്ഥത്തിലുള്ള വസ്തുത. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള ഈ സർവകക്ഷി സംഘത്തെ എന്നുള്ളതല്ല, ഇന്ത്യയിൽ ആരെയും കാണാനുള്ള ധൈര്യം ഇന്ന് പ്രധാനമന്ത്രിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രധാനമന്ത്രി ഇത് ആരെയും കാണില്ല. കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാർക്ക് പോലും കാണാനായിട്ട് അദ്ദേഹം റൂട്ടിട്ടിരിക്കുകയാണ്. അദ്ദേഹം പാർലമെന്റിൽ വരുന്നുണ്ട്, പാർലമെന്റിന്റെ ഫ്ലോറിലേക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ. പാർലമെന്റിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വന്ന് ഡോർ അടച്ചിട്ടിരിക്കുകയാണ്. അദ്ദേഹം പുറത്തേക്ക് വരും. ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ രാജ്യം എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഉള്ള ആലോചനയാണ് ഇപ്പോൾ വേണ്ടി വരുന്നത്. അതുകൊണ്ട് അത്രയും ഗൗരവമായ ഒരു സാഹചര്യം നിൽക്കുന്നു. മറുപടി പറയാനില്ലാത്തൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിൽക്കുന്നു. അതാണ് ഇന്നത്തെ അവസ്ഥ. ജോസഫ് വാഴക്കൻ, ദയവായി ലൈനിൽ തുടരുക. ഇപ്പൊ BJP നേതാവ് ഗോപാലകൃഷ്ണൻ ലൈനിൽ ചേരുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തെ കാണാൻ സാധിക്കില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പേടിച്ചോടൽ എന്ന് പറഞ്ഞാൽ താങ്കൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഹലോ ശ്രീ ഗോപാലകൃഷ്ണൻ, കേൾക്കാമോ? കേൾക്കുന്നില്ല. എന്താ? സർവകക്ഷി സംഘത്തെ പ്രധാനമന്ത്രി കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല, ഇല്ലെങ്കിൽ ധനമന്ത്രിയെ കാണാം എന്ന് നിർദ്ദേശിക്കുന്നു, വേണമെങ്കിൽ ധനമന്ത്രിയെ കാണാമെന്ന്. ഇത്തരത്തിലൊരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി സർവകക്ഷി സംഘത്തെ പേടിച്ചോടുന്നു എന്ന് പറയുകയാണെങ്കിൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കും? കൈരളിക്ക് അങ്ങനെ എന്തുവാണെങ്കിലും പറയാലോ. പ്രധാനമന്ത്രി പാർലമെന്റിൽ വരാതെ പേടിച്ചോടുന്നു എന്നല്ലേ നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഇതും പറയാം, അതിൽ വിരോധമൊന്നുമില്ല. പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ നേരിട്ട് മുഖ്യമന്ത്രിയായിട്ട് പോയിട്ട് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പല പ്രാവശ്യം പല ആൾക്കാർ കാണാൻ കഴിഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ നേരിട്ട് അപ്പോയിന്റ്മെന്റ് മേടിക്കണം. അല്ല, ശ്രീ ഗോപാലകൃഷ്ണൻ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് സർവകക്ഷി സംഘം പോകുന്ന സമയത്ത് നേരത്തെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അത് ചെയ്തിട്ടുണ്ടാവാൻ വഴിയില്ല. അങ്ങനെയല്ല ശ്രീ ഗോപാലകൃഷ്ണൻ, ഒന്ന് താങ്കളെ ശ്രദ്ധപ്പെടുത്തിക്കോട്ടെ. അതായത് സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായി ഒരു പ്രമേയം പാസ്സാക്കുന്നു. പ്രമേയം പാസ്സാക്കിയതിനു ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ഇന്നലെ പലതവണ ബന്ധപ്പെട്ടു. ഈ സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് കേരളത്തിന്റെ വിഷമങ്ങൾ, കേരളം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഇന്നും രാവിലെ മുതൽ പലതവണ ബന്ധപ്പെട്ടു. അവസാനം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ച മറുപടി, പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തെ കാണാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ധനമന്ത്രിയെ കാണാൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തെ കാണാൻ തയ്യാറല്ല എന്നത് ശരിയായൊരു നിലപാടാണോ? അല്ല, ഞാനിത് പറഞ്ഞല്ലോ ഒന്ന്, അങ്ങനെ സർവകക്ഷി സംഘത്തെ കാണാൻ സാധിക്കില്ല എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരിക്കലും പറയാൻ വഴിയില്ല. ഇത് മുഖ്യമന്ത്രിയുടെ വീട് പോലെയാണ്, എപ്പോഴും വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണല്ലോ. അപ്പൊ നിങ്ങള് ഇവിടെ നിന്ന് പ്രധാനമന്ത്രിയെ കാണാതിരിക്കാനും അതിലൂടെ പ്രധാനമന്ത്രിക്കെതിരെ BJPക്കെതിരെ അങ്ങേയറ്റത്തെ ഒരു ആരോപണം അടിച്ചുവിടാനും ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന തന്ത്രങ്ങളാണ്. ആ തന്ത്രങ്ങളും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ സാധിക്കില്ല. ഈ ഇടതുപക്ഷത്തിന് മാത്രവും വലതുപക്ഷത്തിന് മാത്രമല്ല ഈ തന്ത്രം, രാഷ്ട്രീയ തന്ത്രമൊക്കെ എല്ലാവർക്കും അറിയാം. നേരത്തെ തന്നെ പ്രധാനമന്ത്രിയെ കാണാൻ സമയം ചോദിച്ച് അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി പ്രധാനമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് പകരം ഓടിച്ചാൽ അവിടെ ചെന്ന് പ്രധാനമന്ത്രി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാണാതിരിക്കാൻ വേണ്ടിയില്ല. കാരണം ഈ വിഷയം തീരാൻ പാടില്ല. കാരണം പ്രധാനമന്ത്രിയെ കണ്ടാലും അതുപോലെ ധനമന്ത്രിയെ കണ്ടാലും RBIയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പാടില്ല. ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കേരളത്തിലെ സഹകരണ മേഖലയിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചില സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് സർവകക്ഷി സംഘത്തിന്റെ ഉദ്ദേശം രാഷ്ട്രീയമാണ്. വെറും രാഷ്ട്രീയ താല്പര്യം ഉദ്ദേശിച്ചാണ് സർവകക്ഷി സംഘം കേരളത്തിൽ നിന്നും ദില്ലിയിലേക്ക് വരുന്നത്. അത് മുൻകൂട്ടി കണ്ടറിഞ്ഞാണ് പ്രധാനമന്ത്രി കാണാൻ തയ്യാറാവാത്തത് എന്നാണോ അങ്ങ് പറയുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയമാണ് ലക്ഷ്യം. അതുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രധാനമന്ത്രിയെ ഓടിപ്പോയാൽ കാണാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിയെ ഓടിപ്പോയാൽ കാണാൻ, എനിക്കിപ്പോ നാളെ മുഖ്യമന്ത്രി കാണണം, ഞാൻ ഓടി തിരുവനന്തപുരത്ത് വന്ന മുഖ്യമന്ത്രി കാണാൻ പറ്റില്ലല്ലോ. അതേപോലെ MLA-മാരായാൽ പോലും, കേരളത്തിലെ MLA-മാരായാൽ പോലും മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ ആരായാലും ശരി അവരെ കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള തീരുമാനങ്ങളും അതിനുള്ള വ്യവസ്ഥകളും പാലിക്കണോ? പക്ഷേ ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് ഗോപാലകൃഷ്ണൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു. പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ സംസാരിക്കില്ല, അങ്ങനെയൊന്നും ആവാൻ ഒരിക്കലും സാധ്യതയില്ല. അങ്ങനെ പറയാമായിരുന്നു ഗോപാലകൃഷ്ണൻ. കൈരളി ചാനലല്ല ഇതിപ്പോൾ, കൈരളി ചാനലല്ല എല്ലാ ചാനലുകളും, ഇതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഇപ്പോൾ സമയമില്ല, പാർലമെന്റ് സമ്മേളിക്കുകയാണ്, ഞാൻ തിരക്കിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വരാം. ഇത് അങ്ങനെയല്ല പറയുന്നത്. പ്രധാനമന്ത്രിക്ക് ഈ സർവകക്ഷി സംഘത്തെ കാണാൻ താല്പര്യമില്ല, ഈ വിഷയം നിങ്ങൾ ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തൂ, നിങ്ങൾ ദില്ലിയിലെത്തി അരുൺ ജെയ്റ്റ്ലിയെ കാണൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇത്രയും ജനങ്ങളുടെ പ്രതിനിധികളായ സർവകക്ഷി സംഘത്തെ കാണാൻ പ്രധാനമന്ത്രി തയ്യാറല്ല. ഇത് ഫെഡറൽ സംവിധാനത്തിന്റെ, ഫെഡറൽ മര്യാദകളുടെ ലംഘനമല്ലേ? എന്ത് ഫെഡറൽ എന്ന് അവന് ഫിനാൻസ് മിനിസ്റ്റർ കാണാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടതും ഈ വിഷയത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതും ഫിനാൻസ് മിനിസ്റ്ററാണ്. അത് വളരെ കൃത്യമായുള്ള ഒരു സ്റ്റാൻഡാണ്. ആഭ്യന്തര വിഷയങ്ങളെ ഇപ്പം കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിലെ ധനമന്ത്രാലയത്തിന്റെ ഒരു വിഷയത്തിന് വേണ്ടി സംസാരിക്കാൻ പോകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധാരണമായി പറയാൻ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തോമസ് ഐസക്കിനെ കാണാനാണ് പറയുക. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമായ കേരളത്തിലെ ഒരു സാമ്പത്തികമായി ബന്ധപ്പെട്ട, ധനകാര്യവുമായി ബന്ധപ്പെട്ട, ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ആദ്യം ഫിനാൻസ് മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുന്നു പറയുന്നതിൽ എന്താ തെറ്റ്? ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും കാലം ഇവിടെ വലിയ ബഹളമായിരുന്നല്ലോ, പ്രധാനമന്ത്രിയല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് RBI ഗവർണറും അതുപോലെ ധനമന്ത്രിയുമാണ്.
ധനമന്ത്രിയും RBI ഗവർണറും ഈ കാര്യങ്ങളൊന്നും പറയുന്നതിന് പകരം പ്രധാനമന്ത്രിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അത് ശരിയല്ല എന്നാണല്ലോ തോമസ് ഐസക് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് പിന്നെ പ്രധാനമന്ത്രി എന്തിനാ ഈ വിഷയത്തിൽ കാണുന്നത്? അതുകൊണ്ടാണോ പ്രധാനമന്ത്രിയുടെ അതുകൊണ്ടാണെന്നല്ല ഞാൻ തിരിച്ചു ചോദിക്കാം. പിന്നെ എന്തിനാ പ്രധാനമന്ത്രിയെ അങ്ങയുടെ ഓർമ്മയിൽ എന്നെങ്കിലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തെ സർവകക്ഷി സംഘത്തിന് കൂടിക്കാഴ്ച നടത്താൻ അനുമതി നിഷേധിച്ച ഒരു സംഭവം ഉണ്ടോ? പറയാൻ അവകാശം RBI ഗവർണർക്കും ഫിനാൻസ് മിനിസ്റ്റർക്കുമാണ് എന്ന് തോമസ് ഐസക്കിന്റെ പരസ്യ പ്രസ്താവന വന്നതാണ്. കേരളം അടങ്ങുന്ന ഇടതുപക്ഷ വലതുപക്ഷ ആളുകളുടെ നേതാക്കന്മാരുടെ പ്രസ്താവന വന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ തുടരുക. ശ്രീ ജോസഫ് വാഴക്കൻ, തന്ത്രങ്ങൾ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഉണ്ട് എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഗോപാലകൃഷ്ണൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇത്തരത്തിലൊരു തന്ത്രം തന്നെ ആയിരിക്കില്ലേ പ്രധാനമന്ത്രിയും ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? അല്ല, ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണനോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. 70 വർഷത്തെ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തില് ആദ്യത്തെ പ്രധാനമന്ത്രിയൊന്നും അല്ലല്ലോ. ഒരുപാട് പ്രധാനമന്ത്രിമാർ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ കാണാനായിട്ട് രാജ്യത്തുള്ള പ്രതിപക്ഷ നേതാക്കന്മാർക്കും മുഖ്യമന്ത്രിമാർക്കും ഒക്കെ എപ്പോഴും എപ്പോ ചോദിച്ചാലും അപ്പോയിന്റ്മെന്റ് കിട്ടും. ചിലപ്പോൾ 1-2 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറും എന്നുള്ളതല്ലാതെ ഒരിക്കലും നിഷേധിക്കാറില്ല. വളരെ ജനാധിപത്യ സ്വഭാവത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒട്ടനവധി ഗവൺമെന്റുകൾ ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ മാത്രമല്ല, വിവിധ ആളുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിട്ടുണ്ട്. ഇത് ഒരു പ്രത്യേകതരം പ്രധാനമന്ത്രിയാണ് ഇന്നിപ്പോൾ. ഈ പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണ്, നല്ലൊരു നടനാണ്. അദ്ദേഹം വലിയ അഭിനയങ്ങൾ നടത്തി പബ്ലിക് മീറ്റിംഗിൽ ജനങ്ങളോട് ഇങ്ങോട്ട് പറയാം. അവിടെയാണ് തിരിച്ചു ചോദ്യമില്ലല്ലോ. തിരിച്ചു ചോദ്യമുള്ള ഒരു ഡിബേറ്റിന്റെ വേദിയിൽ പോലും അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മുതലുള്ളൊരു സ്വഭാവമാണ്. തിരിച്ച് ഗുജറാത്ത് നിയമസഭയിലും ഇദ്ദേഹം ഇത് തന്നെയാണ്. ഞാനത് നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം നിയമസഭയിൽ അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് നിയമസഭയിലേക്ക് വരില്ല. വരുന്ന ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ചോദ്യമുള്ള ദിവസമാണെങ്കിൽ അദ്ദേഹം BJP MLA-മാർക്ക് ചോദ്യങ്ങൾ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടും. ആ ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ള അവകാശം. അതിന് അദ്ദേഹം മറുപടി പറയും. ഇന്ന് പാർലമെന്റ് തുടങ്ങുന്നു. ഈ ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് 2.5 വർഷമായി. എത്ര ദിവസം പങ്കെടുത്തിട്ടുണ്ട്, എത്ര ഡിബേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. വരുമ്പോൾ ആരെയെങ്കിലും ആക്ഷേപിച്ച് അപമാനിച്ച്, ഒന്നെങ്കിൽ സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആരെങ്കിലും ഒന്ന് ആക്ഷേപിച്ച് സംസാരിച്ച് 5-6 കൈയൊക്കെ അടിയെ മേടിച്ചിട്ട് നേരെ അവിടെ നിന്ന് താഴെ കൂടെ ഇറങ്ങി പുറത്തുകൂടെ ഒരു 10 മിനിറ്റിനകം പാർലമെന്റിൽ നിന്ന് അപ്രത്യക്ഷനാകുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം കണ്ടിട്ടുള്ളൂ. ഈ വിഷയത്തിന് ശേഷം ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത എന്നതാ, പ്രധാനമന്ത്രി സഭയിലെത്തി. വലിയ വാർത്തയാണല്ലോ. പാർലമെന്റ് 2 ആഴ്ചയായിട്ട് അവിടെ പാർലമെന്റ് കൂടുക, പ്രധാനമന്ത്രി സഭയിലെത്തി. ഇതാണ് ഇന്ന് രാജ്യത്തെ വാർത്ത. ഇതൊക്കെ ഈ ലോകത്തെ അത്ഭുതമാണ്. ഇതൊന്നും അല്ല ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്ന ഒരു ജനാധിപത്യ സ്വഭാവമാണ്. ഇദ്ദേഹത്തിന് ഇതിനൊന്നും മറുപടി പറയാനില്ല. കൈവിട്ടുപോയി കാര്യങ്ങൾ. ഇന്ത്യൻ സമ്പദ്ഘടന മൂക്കുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വിചാരിച്ചതുപോലെയല്ല. ഞങ്ങളും എല്ലാവരും നല്ലതിനു വേണ്ടിയാണ് എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കേവലം രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയുള്ള ഒരുതരം പ്രഖ്യാപനം നടത്തി അദ്ദേഹം അഭ്യാസം നടത്തുക ചെയ്തത്. പക്ഷേ അദ്ദേഹത്തെ ചതിച്ചു, അദ്ദേഹത്തെ വഞ്ചിച്ചു എന്നുള്ളത് അറിയില്ല. ഒരു നോട്ട് പോലും അച്ചടിച്ച് വെക്കാതെ മുഴുവൻ നോട്ടും പിൻവലിച്ചാൽ ഒരു രാജ്യത്തുണ്ടാകുന്ന അവസ്ഥ. ഇന്ത്യൻ കറൻസിയുടെ വില പോയില്ല. ലോകത്ത് പല രാജ്യങ്ങളിലും, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യൻ കറൻസിക്ക് അതിന്റെ വിലയുണ്ടായിരുന്നു. അവിടെ നിന്നും ഇനി ഇന്ത്യൻ കറൻസി ലോകത്തൊരു രാജ്യത്തെടുക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇത്രയധികം വിശ്വാസ്യത നഷ്ടപ്പെടുത്തി. ലോകത്താരെങ്കിലും ഏതെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കള്ളനോട്ട് അടിച്ചിരിക്കുന്ന ഡോളറിലായിരിക്കും. പക്ഷേ ഇന്ന് വരെ ലോക ചരിത്രത്തിൽ അവരത് പിൻവലിച്ചിട്ടില്ല. അതിന്റെ വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്ത്യൻ കറൻസിയുടെ വില കളഞ്ഞിരിക്കുന്നു. മൊത്തത്തിൽ മറുപടി പറയാനില്ലാതെ ഇന്ത്യൻ പാർലമെന്റിൽ വന്ന് സ്വന്തം ഓഫീസിൽ കയറി ഡോറ് കുറ്റിയിട്ട് ആരെയും കാണാൻ അനുവദിക്കാതെ, കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു. MP-മാർ കാണാൻ ആഗ്രഹിക്കുന്നു. ഒരാളെ കാണാൻ പോലും തയ്യാറല്ല. പാർലമെന്റിനോടാണ് പ്രധാനമന്ത്രി ആൻസറബിൾ എന്നാണ് നമ്മൾ ഇതിൽ പഠിച്ചിരിക്കുന്നത്. പക്ഷെ പാർലമെന്റിനോട് മൈക്ക് എവിടെങ്കിലും കിട്ടിയാൽ ലോകത്തുള്ള ആളുകളെ ആക്ഷേപിച്ച് അപമാനിച്ചുകൊണ്ട് ചില നാടകീയമായ പ്രഖ്യാപനങ്ങൾ നടത്തി ഒരു പ്രസംഗം നടത്തി പോകുന്നതിനപ്പുറത്ത് ഇന്ന് വരെ ഒരു ഡിബേറ്റിൽ പങ്കെടുത്ത് ഏത് കാര്യത്തിന് എന്ത് ചെയ്യുന്നു എന്നീ പ്രശ്നം തീരും, ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ള നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ജോസഫ് വാഴക്കൻ, താങ്കൾ തുടരുക. ഇപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്ന് കരുതുന്നു. ജോസഫ് വാഴക്കൻ പറഞ്ഞു താങ്കൾ കേട്ട് കാണും. ജോസഫ് വാഴക്കന്റെ എല്ലാ പ്രശ്നങ്ങളും മറുപടി പറയാൻ ഞാൻ തയ്യാറുമാണ്. പറഞ്ഞോളൂ.
മറുപടി പറഞ്ഞോളൂ. അല്ല, മിസ്റ്റർ ജോസഫ് വാഴക്കൻ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യൻ പാർലമെന്റിനെ തന്നെ പിരിച്ചുവിട്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ്. നിങ്ങൾക്ക് ജനാധിപത്യത്തെ കുറിച്ചോ പാർലമെന്റിനെ കുറിച്ചോ പറയാൻ ഒരു അവകാശവുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ബഹുമാന്യനായ ജോസഫ് വാഴക്കൻ 16-ാം തീയതി ഇന്ത്യൻ പാർലമെന്റിൽ ഡിബേറ്റിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നതാണല്ലോ, പ്രധാനമന്ത്രി വന്നതാണല്ലോ, ഇന്ത്യയിലെ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രധാനപ്പെട്ട ചുമതലപ്പെട്ട ആളുകൾ വന്നതാണല്ലോ. നിങ്ങൾ എന്താ ചെയ്തത്? അന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം നിങ്ങൾ പറഞ്ഞു JPCയുടെ പ്രോബ് കൊണ്ടുവരണം. പ്രധാനമന്ത്രിയെ ഒരുതരം എന്താ പറയാ നിഴലിൽ നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയെ മുമ്പിൽ വെച്ചുകൊണ്ട് ചില പ്രത്യേക തരത്തിലുള്ള ഏർപ്പാടുകൾ, ചില വാക്കുകൾ, ചില പദപ്രയോഗങ്ങൾ, എന്തിനാ ഉറിയെ പോലും പാകിസ്ഥാന്റെ ഉറിയുടെ അക്രമത്തെ താരതമ്യം പക്ഷേ അതൊന്നും അല്ലല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ. പാകിസ്ഥാനിലെ ഉറിയിലെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ല വിഷയം. ഇതല്ല 3.25 കോടിയോളം വരുന്ന മലയാളികളുടെ, കേരളീയരുടെ പ്രതിനിധികളായിട്ടുള്ള സർവകക്ഷി സംഘത്തെ കാണാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറല്ല. എന്താ വിഷയമെന്ന് പോലും ഒരു 5 മിനിറ്റ് സമയം പോലും നൽകാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറല്ല. കേരളത്തിന്റെ ചരിത്രത്തിലല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ സമാനമായ ഒരു സംഭവം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഹലോ, താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു, തുടരാം. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോന്ന്. പ്രധാനമന്ത്രി എല്ലാവരെയും കാണും. പക്ഷെ പ്രധാനമന്ത്രിയെ കാണണമെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അതിനുള്ള തീരുമാനങ്ങൾ എടുത്ത് പ്രധാനമന്ത്രിമാർ, അപ്പൊ അങ്ങനെയാണല്ലോ സാധാരണ കാണാറ്. താങ്കളിലേക്ക് ശ്രീ ആനത്തല വട്ടമാനന്ദൻ CPM നേതാവ് ഇപ്പോൾ നമ്മോടൊപ്പം ലെയറിലുണ്ട്. ശ്രീ ആനത്തല വട്ടമാനന്ദൻ, ഇവിടെ BJP നേതാവ് ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങൾ കൈക്കൊള്ളണം. അതൊന്നും കാണാതെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ കാണണം എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തയ്യാറാവില്ല. ഇതാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. ശ്രീ ആനത്തല വട്ടമാനന്ദൻ, ശ്രീ ആനത്തല വട്ടമാനന്ദൻ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെന്ന് കരുതുന്നു. അതെ. ഇപ്പോൾ BJP നേതാവ് ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, വളരെ പെട്ടെന്ന് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പ്രധാനമന്ത്രിയെ കാണണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് സാധിക്കില്ല. അതിൻ്റെതായ കുറെ നടപടിക്രമങ്ങളുണ്ട്. അതൊന്നും പാലിക്കാതെ രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് ഈ ഒരു ശ്രമം നടക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് കാണാൻ തയ്യാറാവാത്തത്. ഈ കാര്യങ്ങൾ എന്താണ് കേന്ദ്ര ധനമന്ത്രിയുമായി ചർച്ച ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, ഇവിടുന്ന് സർവകക്ഷി സംഘം പോയി കാണാൻ തീരുമാനിച്ചത് ധനമന്ത്രിയും പ്രധാനമന്ത്രിയുമാണ്. ധനമന്ത്രിയെ കാണില്ല എന്ന് സംഘം പറഞ്ഞില്ല. പ്രധാനമന്ത്രിയെ ഇതുപോലെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന കക്ഷിയെ ഉൾപ്പെടെയുള്ള ഭരണപ്രതിപക്ഷ കക്ഷികൾ കാണണമെന്ന് താല്പര്യം എടുത്താൽ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്ന ന്യായം നമുക്ക് പിടികിട്ടുന്നില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. 2, ഗോപാലകൃഷ്ണൻ പറയുന്നത് അതിനൊക്കെ ചില ഫോർമാലിറ്റീസുകളെന്നാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്ങനെയാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് പ്രധാനമന്ത്രിയല്ലേ? അതിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ മുൻകൂട്ടി അറിയിക്കണം. ശരി, മുൻകൂട്ടി അദ്ദേഹത്തെ അറിയിച്ചു. പത്രങ്ങൾ വാർത്ത വന്നു, അദ്ദേഹത്തോട് സമയം ചോദിച്ചു, ഡേറ്റ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം സമ്മതിക്കാൻ തയ്യാറല്ല. എന്നാൽ അദ്ദേഹം പറയണത് എനിക്ക് ഇന്ന് അസൗകര്യമാണ്, ദിവസം വരും, ഇന്ന ദിവസം എനിക്ക് കൺവീനിയന്റ് ആണ്, അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പാടില്ലാത്ത അസൗകര്യം ഉണ്ടെങ്കിൽ. അങ്ങനെ അദ്ദേഹം ഒരു സമീപനം എടുത്തില്ലല്ലോ. ഇനി ചില ഫോർമാലിറ്റീസ് ഉണ്ട്. നേരത്തെ ആഫീസിൽ ചോദിച്ച് സമയം വാങ്ങിയിട്ടൊക്കെ പ്രധാനമന്ത്രിയെ കാണാനൊക്കെ ആ മര്യാദ എല്ലാം പാലിച്ചുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ കോൺഗ്രസ് എന്ന പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായ ശ്രീ AK ആന്റണി, മുൻ ഡിഫൻസ് മിനിസ്റ്റർ, അദ്ദേഹത്തിന് കത്തെഴുതി, എനിക്ക് നിങ്ങൾ ഇന്ന് കാണണമെന്നുണ്ട്, സമയം അനുവദിക്കണം. എത്ര പ്രാവശ്യം കത്തെഴുതിയിട്ട് ഇതുവരെ സമയം അനുവദിച്ചിട്ടില്ല. എന്താ അതിന്റെ അർത്ഥം? ജനാധിപത്യത്തെയും പ്രതിപക്ഷത്തെയും ജനങ്ങളുടെ വികാരത്തെ മാനിക്കാൻ ഞാൻ തയ്യാറല്ല. താൻ ഒരു ഏകാധിപതിയെ പോലെ ഭരണം കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യാനുള്ള അവസരം പോലും ഒരാളിനും കൊടുക്കില്ല. ഇന്നത്തെ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ വന്നിട്ട് എത്ര ദിവസമായി? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എല്ലാ കാലത്ത് കെട്ടിപ്പടുത്ത ഒരു ജനാധിപത്യ സമ്പ്രദായമുണ്ട്. പാർലമെന്റ് ചേരുമ്പോൾ പ്രധാനമന്ത്രി രാജ്യം വിട്ടു പോകില്ല, തലസ്ഥാനം വിട്ടില്ല. ജനങ്ങളുടെ വികാരങ്ങൾ, ഹൃദയത്തുടിപ്പുകൾ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ അവതരിപ്പിക്കുന്ന കേൾക്കാനും അതിന് പരിഹാര നടപടി സ്വീകരിക്കാനും ബാധ്യസ്ഥനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചിരുന്ന ഒരു മാനദണ്ഡം. ഇവിടെ ജനപ്രതിനിധികൾ വന്ന് എന്ത് വേണം പ്രകടിപ്പിച്ചു പോകട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാനൊരു ഏകാധിപത്യം പോലെ ഭരണ നടപടികൾ സ്വീകരിക്കും, ജനാധിപത്യ സമ്പ്രദായം തന്നെ ഇല്ലാതാക്കും, പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിടും, മന്ത്രിസഭയില്ല, ഞാനെല്ലാം തീരുമാനിക്കും എന്നൊരു ഏകാധിപതിയുടെ സ്വരവും പ്രവൃത്തിയുമല്ലേ ശ്രീ നരേന്ദ്രമോദി കാണുന്നത്? രാജ്യത്തെ കുട്ടിച്ചോറാക്കിയിട്ട് ജനങ്ങളെ തീരെ വറുതിയിലേക്ക് തള്ളിവിട്ടിട്ട് ഇത്തരത്തിലൊരു ഭരണം നടത്തുന്ന പ്രധാനമന്ത്രി എന്ത് ന്യായീകരണമാണ്
കേരളത്തിലെ 3.25 കോടി മലയാളികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു ഡെലിഗേഷനെ കാണാൻ എനിക്ക് സമയമില്ല എന്ന് നിഷേധ നിലപാട് താങ്കളിലേക്ക് തിരികെ വരാം ശ്രീ ആനത്തലവട്ടം. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾക്ക് പ്രതികരിക്കാം. അതായത് പ്രധാനമന്ത്രി ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു, 3.25 കോടി വരുന്ന കേരളീയരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് കൈക്കൊള്ളുന്നു. ഇതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കേരളീയർക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. കാരണം കേരളീയരെ വാസ്തവത്തിൽ ആശങ്കാകുലരായിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് നടത്തുന്ന സഹകരണ ബാങ്കില് അവർ നിക്ഷേപിച്ച പൈസയെ കുറിച്ചാണ്. അവർ നിക്ഷേപിച്ച പൈസ അതിന് ആരാണ് ഗ്യാരണ്ടി? എത്രയോ കാലമായി ഇതിന് ഗ്യാരണ്ടി ഇല്ല. നിരവധി സഹകരണ സ്ഥാപനങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നു. എന്റെ നാട്ടിൽ തൃശ്ശൂരിലെ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 2 പേരെ ആത്മഹത്യ ചെയ്തു. ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞു, ഒറ്റ പൈസ സഹകരണ സംഘത്തിൽ നിന്ന് ആരുടെയും പോകില്ല. എന്തുറപ്പ്? എത്ര കാലം സഹകരണ സംഘത്തിന്റെ ചുമതല അദ്ദേഹത്തിന് വഹിക്കാൻ കഴിയും? എന്താണ് ഗ്യാരണ്ടി? ഒരു ഗ്യാരണ്ടി സ്കീമുണ്ടോ? അപ്പൊ നാട്ടിലെ ജനങ്ങൾ ആശങ്കാകുലരായിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഭരണത്തിൽ സഹകരണ സംഘങ്ങൾ തകരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ആ തകർച്ച ഉണ്ടാവാതെ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കണമെങ്കിൽ RBIയുടെ കീഴിൽ കൊണ്ടുവരണം. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ നാട്ടിലെ ജനങ്ങൾ ആശങ്കാകുലരായിരിക്കുന്നത് ഇടതുപക്ഷ വലതുപക്ഷ സമീപനത്തിലാണ്. അല്ല, അങ്ങനെ ഒരു ശ്രീ ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക്, പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുമുള്ള സർവകക്ഷി സംഘത്തെ ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് അവർ തയ്യാറാവുമ്പോൾ അവരെ കണ്ട് ഇക്കാര്യം ബോധ്യപ്പെടുത്തിക്കൂടെ? അതിനെന്താണ് അദ്ദേഹം തയ്യാറാവാത്തത്? അതിന് അദ്ദേഹം തയ്യാറല്ല എന്നല്ല പറഞ്ഞത്. ആദ്യം ഫിനാൻസ് മിനിസ്റ്ററെ കാണാനല്ലേ പറഞ്ഞേ? അല്ല, എന്താ പ്രധാനമന്ത്രിക്ക് എന്താണ്? ഇത് ആദ്യമല്ലല്ലോ. കേരളത്തിൽ നിന്ന് എപ്പോഴെല്ലാം സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട് അപ്പോഴെല്ലാം പ്രധാനമന്ത്രിമാർ തയ്യാറായിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രി മാത്രം എന്താണ് ഇതിന് തയ്യാറാവാത്തത് എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ എന്റെ ബലമായ സംശയം അനുസരിച്ച് പ്രധാനമന്ത്രിയെ കാണാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമല്ല ഇവിടുന്ന് പോയിട്ടുള്ള ഡെലിഗേഷൻ നടത്തുന്നത്. ഇവിടുന്ന് പോയിട്ടുള്ള ഡെലിഗേഷൻ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനും ശ്രമിക്കുന്നത്. ആദ്യം ഫിനാൻസ് മിനിസ്റ്ററെ കാണട്ടെ, സംസാരിക്കട്ടെ. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഞാൻ കേരളത്തിലെ പ്രതിനിധികളെ കാണില്ല എന്നൊരിക്കലും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതായത് ഇപ്പോഴുള്ള വാർത്തകൾ താങ്കൾ വിശ്വസിക്കുന്നില്ല? പ്രധാനമന്ത്രി കേരളത്തിൽ നിങ്ങളുടെ വാർത്തകൾ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വാർത്തയാണ് ഇത് പീപ്പിൾ ടിവിയുടേതെന്നല്ല, എല്ലാവരുടെയും വാർത്തയാണ്, എല്ലാവരും അറിയുന്ന കാര്യമാണ്. അതായത് പ്രധാനമന്ത്രി ഇനിയും കാണാൻ തയ്യാറാവുമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്. സമ്പന്നർക്ക് എഴുതിത്തള്ളുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചവരല്ല നിങ്ങൾ. ഇല്ലാത്ത വാർത്തകൾ. ശ്രീ ഗോപാലകൃഷ്ണൻ, പ്രധാനമന്ത്രിയെ കാണാൻ പോയത് കേരളത്തിന്റെ സർവകക്ഷി സംഘമാണ്. പീപ്പിൾ ടിവിയോ കൈരളിയോ അല്ല പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പോയിരിക്കുന്നത്. താങ്കൾ ആ രീതിയിൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്തായാലും ശ്രീ ആനത്തലവട്ടം ആനന്ദൻ നമ്മോടൊപ്പം ടെലിഫോണിലുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇവിടെ നിലപാട് വളരെ വ്യക്തമാണ്, BJPയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഒരു വിഷയമുണ്ടാക്കുക, കേന്ദ്ര സർക്കാരിനെതിരെ ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു വിഷയമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു രാഷ്ട്രീയ സംഘമാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത്. ആത്മാർത്ഥതയില്ലാത്ത സംഘമാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് അനുമതി നിഷേധിച്ചത്. ഇതാണ് BJP പറയുന്നത്. ഗോപാലകൃഷ്ണനോട് അരിയട്ടെ എന്ന് ചോദിച്ചാൽ പയറഞ്ഞാരി എന്ന് മറുപടി പറയുന്ന രീതിയാണ്. ഇവിടെ പ്രധാനമന്ത്രിയെ കാണാൻ ഒരു സംസ്ഥാന സർവകക്ഷി സംഘവും സാധാരണ നയിക്കുന്ന ഗവൺമെന്റും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കാണാൻ നൽകാൻ എന്ന ചോദ്യത്തിന് ഇപ്പൊ ഗോപാലകൃഷ്ണൻ പറയുന്നത് അങ്ങനെ അനുമതി നിഷേധിച്ചിരിക്കാനിടയില്ല. അദ്ദേഹത്തിന് തന്നെ തോന്നിയിട്ടുണ്ട് പ്രധാനമന്ത്രി സമയം. ശ്രീ ആനത്തലവട്ടത്തിന്റെ ടെലിഫോൺ ലൈനിൽ എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു. ശ്രീ ജോസഫ് അഴക്കൻ, താങ്കൾ ലൈനിലുണ്ടോ? സഹകരണ പ്രശ്നത്തിൽ കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തെ കാണാൻ പ്രധാനമന്ത്രി അനുമതി നൽകിയില്ല. പകരം ധനമന്ത്രിയെ കാണാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ നിലപാട് ധനമന്ത്രിയെ കാണുന്നില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തെ കാണാൻ സാധിക്കില്ല എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. വാർത്തകളിലേക്ക്. സഹകരണ വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തെ കാണാൻ സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നു. പകരം ധനമന്ത്രിയെ കാണാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഷീജ ചേരുന്നു. ഷീജ, ഇത്തരത്തിൽ ആദ്യമായാണ് എന്ന് തോന്നുന്നു ഇത്തരത്തിലൊരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. സമാനമായ ഏതെങ്കിലും സംഭവങ്ങളെ കുറിച്ച് അറിയാമോ? വിശദാംശങ്ങൾ.
ധന്യ, തീർച്ചയായും ഇത്തരത്തിൽ ഒരു സംഭവം ഇത് ആദ്യമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് നിന്നും കഴിഞ്ഞ ദിവസം സംസ്ഥാന നിയമസഭ തന്നെ ഈ വിഷയത്തിൽ സഹകരണ മേഖലയെ തകർക്കാനുള്ള ഈ നീക്കത്തിനെതിരെ ഇതിൽ കേന്ദ്രം ന്യായമായ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് സർവകക്ഷി സംഘം നാളെ ദില്ലിക്ക് പോയി പ്രധാനമന്ത്രിയെയും കേന്ദ്ര ധനമന്ത്രിയെയും കാണാനിരുന്നത്. എന്നാൽ ഇതിൽ വലിയ തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാണാൻ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ കാണേണ്ടതില്ല, പകരം കേന്ദ്ര ധനമന്ത്രിയെ കണ്ടോളൂ എന്നുള്ളൊരു അറിയിപ്പാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇപ്പോൾ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ ന്യായമായ ഒരു ആവശ്യവുമായി ഇതിനു മുൻപും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനമന്ത്രിയെ കണ്ടിരുന്നു. അതുകൊണ്ട് ഇനി ഈ വിഷയത്തിൽ ധനമന്ത്രിയെ കാണേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് സർവകക്ഷി സംഘം ഏതായാലും ഇപ്പോൾ ദില്ലിക്ക് പോകേണ്ട എന്നൊരു തീരുമാനമാണ് നിലവിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതേ വികാരം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പങ്കുവച്ചത്. സംസ്ഥാനത്തിനോടുള്ള ഒരു കടുത്ത അനാദരവാണ്. കേരള നിയമസഭയോടും കേരളത്തോടും ഒരേ രീതിയിലുള്ളൊരു അനാദരവ് തന്നെയാണ് പ്രധാനമന്ത്രി കാട്ടിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാനത്തു നിന്നുള്ള നേതാക്കൾ കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രിയെ കാണാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും സഹകരണ മേഖലയെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല. അതിൽ ന്യായമായ ഇടപെടൽ കേന്ദ്രം അനുവദിച്ചില്ലെങ്കിലും സംസ്ഥാനം ന്യായമായ ഇടപെടൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പുതിയ നടപടികൾ സ്വീകരിച്ചു തുടങ്ങും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഷീജ, ലൈനിൽ തുടരുക. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രിയെ കേരളത്തിൽ നിന്നുള്ള സഹകരണ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ കാണാൻ ആലോചിച്ചിരുന്ന സർവകക്ഷി സംഘത്തെ കാണാൻ സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നു. പകരം ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ കാണാമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് ധനമന്ത്രിയെ കാണാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. കേരളത്തിൽ നിന്നുള്ള സർവകക്ഷിയിലെ ഒരു നേതാവും ഇല്ലെങ്കിൽ ഒരു ആളുകളും ധനമന്ത്രിയുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇനി തയ്യാറല്ല. ഇനി പ്രധാനമന്ത്രിയുമായാണ് കൂടിക്കാഴ്ച നടത്തേണ്ടത് എന്നാണ് നേരത്തെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. സഹകരണ പ്രതിസന്ധിയിൽ പ്രധാനമന്ത്രിയെ കാണാൻ സർവകക്ഷി സംഘത്തിന് അനുമതിയില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചു. ധനമന്ത്രിയെ കാണാനാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.